ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് മുതൽ ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അറിയുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അതിന് മുമ്പായി നേഹ ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് കറുത്ത കടല ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഓവർനൈറ്റ് കുതിർത്തിട്ടില്ലെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ കുതിർത്തിട്ട് കഴുകി എടുക്കുക. അപ്പോൾ കുക്കറിലാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് ചേന ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യം കടല ഇട്ട് കൊടുക്കുക കേട്ടോ കുക്കറിൽ, അതിൻ്റെ മുകളിൽ ചേന ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നേന്ത്രക്കായം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേന്ത്രക്കായുടെ കറ പോവാൻ ഉപ്പിട്ട വെള്ളത്തിൽ കഴുകിയെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത് കൂട്ടുകറിയിൽ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് വേവാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒത്തിരി ഒന്നും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഈ വെജിറ്റബിൾസും കടലയും വേവാനുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊരു 3 വിസിൽ വരെ വേവിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഓരോ കുക്കറിലും വേവിൻ്റെ അളവിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 മുറി തേങ്ങയോളം വരും. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും അരച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വേവിച്ചുടക്കൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താലും മതി. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടി ഇത് മാറ്റി വെക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കട്ടോ. പിന്നെ ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, 1/2 മുറിയോളം തേങ്ങ കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഇനി നല്ല ചുവന്ന കളറാവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. പിന്നെ സദ്യ സ്പെഷ്യൽ റെസിപ്പീസിലൊക്കെ ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇത് ചേർക്കാം. അപ്പോൾ കൂട്ടുകറിയിൽ ഒത്തിരി വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടാണ് ഇത് ഇരിക്കേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ വേവിച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വറ്റിച്ചിട്ട് വേണം ഇതൊക്കെ തേങ്ങയൊക്കെ ചേർക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്തിട്ട് വറ്റിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ചേർത്തതിൽ വെള്ളമൊന്നും അധികമൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിന്നെ കൂട്ടുകറി സദ്യയിലൊരു മെയിൻ താരമാണ് കേട്ടോ. കൂട്ടുകറി ഇല്ലാതെ എന്ത് സദ്യയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്